നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ നേവൽ ഷിപ്പ്. അതിൻ്റെ രണ്ടാമത്തെ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഓക്കെ, അത് കാണാത്തവർ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ശേഷമേ ഈ വീഡിയോ കാണാവൂ. ഓക്കെ, സോ എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ ഷിപ്പിൻ്റെ തിയറി പാർട്ടും ഒരു പ്രോബ്ലവും, ഇത് രണ്ടുമാണ് നമ്മൾ പ്രീവിയസ് വീഡിയോസ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ. സോ നമ്മൾ നേവൽ ഷിപ്പിൻ്റെ പ്രോബ്ലത്തോട് കടക്കും. സോ ഇതാണ് നമ്മളെ പ്രോബ്ലം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ദ റോട്ടർ ഓഫ് ദി ടർബൈൻ ഓഫ് എ ഷിപ്പ് ഹാസ് എ മാസ് ഓഫ് 2500 കിലോഗ്രാം. മാസ് തന്നിട്ടുണ്ട് 2500 കിലോഗ്രാം. ആൻഡ് റൊട്ടേറ്റ്സ് അറ്റ് എ സ്പീഡ് ഓഫ് 3200 RPM. RPM തന്നിട്ടുണ്ട് 3200. കൗണ്ടർ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. നേരത്തെ ക്വസ്റ്റ്യനിൽ ക്ലോക്ക് വൈസ് ആയിരുന്നു, ഈ ക്വസ്റ്റ്യനിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. വെൻ വ്യൂഡ് ഫ്രം സ്റ്റേൺ, അതായത് ബാക്കിൽ നിന്നാണ് ഒബ്സർവർ ഷിപ്പിനെ വ്യൂ ചെയ്യുന്നത്. ദ റോട്ടർ ഹാസ് എ റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ K തന്നിട്ടുണ്ട് 0.4 മീറ്റർ. ഡിറ്റർമൈൻ ദ ഗൈറോസ്കോപ്പിക് കപ്പിൾ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് വെൻ ദ ഷിപ്പ് സ്റ്റിയേഴ്സ് ടു ദി ലെഫ്റ്റ് ഇൻ എ കർവ് ഓഫ് 80 മീറ്റർ. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് 80 മീറ്റർ. അറ്റ് എ സ്പീഡ് ഓഫ് 15 നോട്ട്സ്. 15 നോട്ട്സ് എന്ന് വന്നിട്ടുണ്ട്. ആ ഒരു നോട്ട്സ് എന്ന് പറഞ്ഞാൽ 1860 മീറ്റർ പെർ അവർ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ നമ്മൾ 1860 ഡിവൈഡ് ബൈ 3600 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ആരെ? വെലോസിറ്റി. സോ നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണക്ക് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ മാസ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ, RPM, ദെൻ റേഡിയസ് ഓഫ് കർവേച്ചർ, വെലോസിറ്റി, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഷിപ്പ് സ്റ്റിയർ ചെയ്യുന്ന ലെഫ്റ്റിലോട്ടാണ്. ഷിപ്പ് എടുക്കുന്ന ലെഫ്റ്റ് ടേൺ ആണ്. ഷിപ്പിൻ്റെ പ്രൊപ്പല്ലറിൻ്റെ റൊട്ടേഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഒബ്സർവർ നിൽക്കുന്ന സ്റ്റേണിലാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിളും അതിൻ്റെ എഫക്റ്റും. സോ ആദ്യം നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, പിന്നെ അതിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ ഓർമ്മയിൽ നിന്ന് സൂക്ഷിക്കുക, ഷിപ്പ് ഇവിടെ എടുക്കുന്ന ലെഫ്റ്റ് ടേൺ ആണ്. ഷിപ്പിൻ്റെ പ്രൊപ്പല്ലർ റൊട്ടേഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഒബ്സർവർ നിൽക്കുന്ന സ്റ്റേണിൽ നിന്നാണ്. നമുക്ക് ആദ്യം ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. നിങ്ങൾക്കറിയാം ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല I, I എന്ന് പറഞ്ഞാൽ മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി, P എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഓഫ് പൊസിഷൻ. മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ ഫോർമുല നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. M×K². M എന്ന് പറഞ്ഞാൽ മാസ്, നമ്മൾ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. K എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ, അത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് I കിട്ടും. അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ദെൻ നമുക്ക് ആംഗുലാർ വെലോസിറ്റി, ഓക്കെ, ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ കണ്ടുപിടിക്കണം. ഒമേഗ, നമുക്ക് RPM സ്പീഡ് വന്നിട്ടുണ്ട്. സോ 2πn ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റേഡിയൻ പെർ സെക്കൻഡിൽ ആരെ കിട്ടും? ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ കിട്ടും. ഇനി ആംഗുലാർ വെലോസിറ്റി ഓഫ് പൊസിഷൻ കണ്ടുപിടിക്കണം. വെലോസിറ്റി തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. സോ ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റി തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എനിക്കറിയാം, V = R/ωp. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിൽ ωp കണ്ടുപിടിക്കാം, 0.097 റേഡിയൻ പെർ സെക്കൻഡ്. സോ ഈ മൂന്ന് വാല്യൂസും ഞാൻ ഈ ഗൈറോസ്കോപ്പിക് കപ്പിൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടും? ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും 12981 ന്യൂട്ടൺ മീറ്റർ. നിങ്ങൾ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടതാണ്. സോ ഇവിടെ സ്റ്റെപ്സ് എല്ലാം സിമിലർ ആണ്. നമ്മൾ ഓൾറെഡി ഇപ്പം കണ്ടുപിടിച്ചത് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും. ഇനി നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കണം. അതിന് മുമ്പ് താണ്ടേ ഇതാണ് നമ്മളെ ഷിപ്പ്. ഈ പോർഷൻ ബോവ്, ഈ പോർഷൻ സ്റ്റേണ്, ഇതതിൻ്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ ആഫ്റ്റർ എന്ന് പറയും. ഇതിൻ്റെ നമ്മൾ ആഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേണിൽ നിന്ന് നോക്കുമ്പോൾ ഷിപ്പിൻ്റെ ലെഫ്റ്റ് സൈഡ് പോർഷനെ വിളിക്കുന്ന പേര് പോർട്ട്, റൈറ്റ് സൈഡ് പോർഷനെ വിളിക്കുന്ന പേര് സ്റ്റാർ ബോർഡ്. ഈ ഷിപ്പിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളെ ബോവാണ്, അല്ലേ? ഈ പാർട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളെ ടെയിലാണ്, സ്റ്റേൺ ആണ്. സോ ഇത് ബോവ്, ഇത് സ്റ്റേൺ. ഇനി ഈ ഫിഗർ വെച്ചിട്ടാണ് ഇനി നമുക്ക് ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് ബോവ്, ഇത് സ്റ്റേൺ. നമ്മളെ ഷിപ്പ് നമുക്കറിയാം, നമ്മളെ കണ്ടീഷനിൽ ഒബ്സർവർ നിൽക്കുന്ന സ്റ്റേണിൽ നിന്നാണ് ഒബ്സർവർ നിൽക്കുന്നത്, അല്ലേ? അതായത് ഷിപ്പിൻ്റെ ബാക്കിൽ നിന്നാണ് നമ്മൾ ഒബ്സർവർ നിൽക്കുന്നത്. സോ ഒബ്സർവർ ബാക്കിലാണ് നിൽക്കുന്നത്, അല്ലേ? ഇനി മാത്രമല്ല നമുക്കറിയാം ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട സ്പിൻ ആക്സിസ് ആണ്. സോ പ്രൊപ്പല്ലറും, അല്ലേ, ഷിപ്പിൻ്റെ പ്രൊപ്പല്ലറും ഒബ്സർവറിൻ്റെ ഐയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ലൈനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? സ്പിൻ ആക്സിസ്. സോ നേരെ സ്പിൻ ആക്സിസ് കണ്ടുപിടിക്കാം. ഇതാണ്ട് ഈ ഫിഗറിൽ കാണുന്നതാണ് നമ്മളെ സ്പിൻ ആക്സിസ്. ഓക്കെ, ഇത് നമുക്കറിയാം
നമ്മളെ ലെഫ്റ്റ് പോർഷനെ വിളിക്കുന്ന പേര് പോർട്ട് എന്നാണ് അല്ലേ, ലെഫ്റ്റ് പോർഷനെ വിളിക്കുന്ന പേര് പോർട്ട് എന്നാണ്. ആൻഡ് ദ റൈറ്റ് പോർഷനെ വിളിക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡിനെ വിളിക്കുന്ന പേര് സ്റ്റേണിൽ നിന്ന് നോക്കുമ്പം റൈറ്റ് ഹാൻഡ് സൈഡിനെ വിളിക്കുന്ന പേര് സ്റ്റാർ ബോർഡാണ്. സോ നമുക്ക് സ്റ്റാർ ബോർഡ് മനസ്സിലായി. സോ നമ്മൾ നോർമൽ ടേംസ് നമ്മൾ വരച്ചു ഈ ഫിഗറിനകത്ത്. നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടേംസ് എല്ലാം കൂടി നമ്മളിപ്പോൾ ഈ ഫിഗറിനകത്ത് വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് റൊട്ടേഷൻ എങ്ങനെയാണ്, പ്രൊപ്പലിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണ്, കൗണ്ടർ ക്ലോക്ക് വൈസ്. സോ അതിൻ്റെ ആരോ കിടക്കുന്നുണ്ടോ, കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്ന ഒബ്സർവറിന് പ്രൊപ്പൽ റൊട്ടേറ്റ് ചെയ്യുന്ന കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ്. സോ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആരോ കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടു കാണും എൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരുന്നു, കാരണം അത് ക്ലോക്ക് വൈസ് ആയിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും, ആരോ ഡയറക്ഷൻ. നമുക്കിനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ആ ഷിപ്പിൻ്റെ പ്രൊപ്പല്ലറിൻ്റെ ആംഗുലർ വെലോസിറ്റി ഡയറക്ഷൻ. അതിന് നിങ്ങൾ റൈറ്റ് ഹാൻഡ് എടുക്കുക, നിങ്ങളെ തമ്പ് ഏത് ഡയറക്ഷനിൽ കേളി ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് മനസ്സിലായതാണ്ടേ ഇതിൻ്റെ ആരോ അങ്ങോട്ടാണ് കേളി ചെയ്യുന്നത്. സോ നിങ്ങളെ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് അങ്ങോട്ട് കേളി ചെയ്യുക, നിങ്ങളെ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് അങ്ങോട്ട് കേളി ചെയ്യുക. നിങ്ങളെ തമ്പ് അപ്പോൾ എങ്ങോട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു അതായിരിക്കും ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ. സോ ഇതിൻ്റെ ഇപ്പോൾ ആരോ അങ്ങോട്ടാണ്, ആംഗുലർ വെലോസിറ്റി ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഫിംഗേഴ്സിനെ നിങ്ങൾ അങ്ങോട്ട് കേളി ചെയ്യിപ്പിക്കുക. സോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന കേളി ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങളെ തമ്പ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി. സോ നമുക്കിപ്പം ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി കിട്ടി. നമ്മളെ തമ്പിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മുടെ ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഇരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്കറിയാം ദ വെർട്ടിക്കൽ ആക്സിസ് അബൌട്ട് വിച്ച് ദ ഷിപ്പ് ഈസ് റൊട്ടേറ്റിംഗ്. ആ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ആക്സിസ്. ഈ ഗ്രീൻ ലൈൻ റെപ്രസെൻ്റ് പൊസിഷൻ ആക്സിസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഒരു എന്താണ് ഷിപ്പ് എടുക്കുന്ന ഏത് ടേൺ ആണ്, ഒരു ലെഫ്റ്റ് ടേൺ ആണ് ഷിപ്പ് എടുക്കുന്നത് അല്ലേ. ഷിപ്പ് എടുക്കുന്നത് ലെഫ്റ്റ് ടേൺ ആണ്. നമുക്കറിയാം നമ്മൾ ഷിപ്പിനകത്ത് ഇപ്പോൾ ഇരിക്കുവാണ്, ഷിപ്പ് ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ ആയിരിക്കും നമ്മളെ ഷിപ്പിൻ്റെ ഡയറക്ഷൻ മാറുന്നത് അല്ലേ. ഷിപ്പിൻ്റെ ഡയറക്ഷൻ മാറുന്നത് ഇങ്ങനെയാണ് ലെഫ്റ്റ് ടേൺ ആയതുകൊണ്ട്. ഓക്കെ, സോ ഈ ലെഫ്റ്റ് ടേൺ ദാൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. സോ ഈ മോഷൻ ഞാൻ ഈ പൊസിഷൻ ആക്സിസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആരോ ഇങ്ങോട്ട് വരും. ഓക്കെ, സോ എനിക്ക് പൊസിഷൻ ആക്സിസിലോട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് ദാൻ്റെ ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ കിട്ടും. നിങ്ങൾക്കറിയാം ദാണ്ട് ഇങ്ങനെയാണ് എൻ്റെ ആരോ പോയേക്കുന്നത് അല്ലേ. സോ അത് നേരെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ആരോ അങ്ങോട്ട് തന്നെ പോകും. സോ എനിക്കിപ്പോൾ കിട്ടിയത് ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ. ഓക്കെ, സോ ഇനി ഞാൻ ടോപ്പിൽ നിന്നും വ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഡയറക്ഷൻ, ഈ ആരോ, ഈ റൊട്ടേഷൻ എനിക്ക് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കാണുന്നത് അല്ലേ. തിരിച്ചാണെങ്കിൽ ക്ലോക്ക് വൈസ് ഈ ഡയറക്ഷൻ എനിക്ക് എങ്ങനെയായിട്ടാണ് തോന്നുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട്. നിങ്ങൾ മുകളിൽ നോക്കുമ്പോൾ ഇതെനിക്ക് എങ്ങനെയായിട്ടാണ് തോന്നുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട്. സോ എനിക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് മനസ്സിലായി. ഇനി അടുത്ത ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഈ നമ്മളെ ഒമേഗാനെ ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. കാരണം ഇവിടുന്ന് കാണുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. മുകളിൽ നിന്ന് കാണുമ്പോൾ ഈ ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് എനിക്ക് ഈ ഒമേഗാനെ എനിക്ക് എന്ത് ചെയ്യണം, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം ബൈ 90 ഡിഗ്രി. ഓക്കെ, ഒമേഗനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചതാണ്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ് അല്ലേ. നമ്മൾ മുകളിൽ നോക്കുമ്പം ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തേക്കുന്നത്. സോ എനിക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. എനിക്ക് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കിട്ടി. എനിക്കറിയാം ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ. സോ എനിക്ക് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷനും എനിക്ക് കിട്ടി. വൺസ് എനിക്ക് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് ഹാൻഡ് എടുക്കുക, എൻ്റെ തമ്പ് അതേ ഡയറക്ഷനിൽ ഞാൻ കൊണ്ട് പോയിൻ്റ് ഔട്ട് ചെയ്യിപ്പിക്കുക, എൻ്റെ ഫിംഗേഴ്സിനെ കേൾ ചെയ്യിപ്പിക്കുക. സോ എനിക്ക് ഇങ്ങനെ തമ്പിരിക്കുമ്പോൾ തിരിച്ച് ഫിംഗേഴ്സിനെ കേളിപ്പിക്കാൻ പറ്റില്ല, എനിക്ക് അങ്ങോട്ടല്ലേ ഫിംഗേഴ്സിനെ കേളിപ്പിക്കാൻ പറ്റൂ. സോ എനിക്ക് അങ്ങോട്ട് ഫിംഗേഴ്സിനെ കേൾ ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഒരു ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റാണ് എനിക്ക് കിട്ടുന്നത്. കത്തിയോ? ഓക്കെ, സോ വൺസ് എനിക്കൊരു ഗൈറോസ്കോപ്പിക് കപ്പിൻ്റെ എഫക്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ആ എഫക്റ്റ് നിന്ന് മനസ്സിലായി, അങ്ങനെ ഒരു എഫക്റ്റ് വരുവാണെങ്കിൽ നമ്മളെ സ്റ്റേൺ റൈസ് ആവും, നമ്മളെ ബോ ഡിപ്പാവും. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിച്ചു. എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സ്റ്റേൺ റൈസ് ആവും, ബോ ഡിപ്പാവും. നിങ്ങൾ കണ്ടായിരുന്നു. ഓക്കെ, എന്തായിരുന്നു, ഒരു ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മളെ ഗൈറോസ്കോപ്പിക് കപ്പിൾ നമുക്ക് കിട്ടിയത്. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്റ്റേൺ റൈസ് ആവും, ബോ ഡിപ്പാവും. സോ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ദ ഷിപ്പ് സ്റ്റിയേഴ്സ് ടു ലെഫ്റ്റ് ഇൻ എ കർവ് ഓഫ് 80 mm റേഡിയസ് അറ്റ് എ സ്പീഡ് ഓഫ് 15 knots. നമ്മൾ സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. ദ ഷിപ്പ് പിച്ചസ്. നമുക്കറിയാം ഷിപ്പിന് 2 മോഷൻസ് ഉണ്ട്. സ്റ്റിയറിംഗ് കൂടാതെ വേറെ 2 മോഷനും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, പിച്ചിങ്ങും റോളിങ്ങും. സോ സെക്കൻഡ്, ദ ഷിപ്പ് പിച്ചസ് 5 degree above and 5 degree below the normal position and the bow is descending.
with the maximum velocity. The pitching motion is simple harmonic with a time period of 40 seconds. മുമ്പത്തെ ക്വസ്റ്റ്യൻ കണ്ടവർക്ക് മനസ്സിലാവും ഒരു കുറേ ഡേറ്റാസ് മിസ്സിംഗ് ആണ്. ഐ മീൻ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമുക്ക് പിച്ചിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ദ ആംഗുലർ മോഷൻ അബൌട്ട് ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ് അല്ലേ. ഒരു വെർട്ടിക്കൽ ആക്സിസ് ആണെങ്കിൽ ഇതാണ് നമ്മൾ പിച്ചിങ് എന്ന് പറയുന്നത് അല്ലേ. സോ ദ ആംഗുലർ മോഷൻ അബൌട്ട് എ ട്രാൻസ്വേഴ്സ് ആക്സിസ്, ആംഗുലർ മോഷൻ അബൌട്ട് എ ട്രാൻസ്വേഴ്സ് ആക്സിസ്, ആ മോഷനെ വിളിക്കുന്ന പേരാണ് പിച്ചിങ്. സോ പിച്ചിങ്ങിനകത്ത് ഈ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ബോവ് ഈസ് ഡിസെൻഡിങ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ച കണ്ടീഷൻ ബോവ് ഈസ് റൈസിങ് ആയിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ കണ്ടീഷൻ ബോവ് ഈസ് ഡിസെൻഡിങ് ആണ്, അതായത് ബോവ് ലോവർ ചെയ്യുവാണ്. ഓക്കെ, സോ നമുക്ക് ടൈം പീരീഡ് തന്നിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് ആക്ച്വലി ഈ പിച്ചിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ടൈം പീരീഡ് തന്നിട്ടുണ്ട് 40 seconds. സോ നമുക്കിപ്പോൾ രണ്ട് കണ്ടീഷൻ, ബോവ് ഈസ് ഡിസെൻഡിങ് ആൻഡ് ടൈം പീരീഡ് ഈസ് 40 seconds. ഓക്കെ, ആൻഡ് the ship pitches 5 degree above and 5 degree below. That means ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ the maximum displacement വിളിക്കുന്ന അപ്പോൾ an amplitude. സോ an amplitude വന്നിട്ടുണ്ട് 5 degree. സോ നമുക്കറിയാം, ലെറ്റ്സ് സേ നമുക്ക് ഇപ്പം തന്നിരിക്കുന്ന ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് വന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് നമുക്ക് വന്നിട്ടുണ്ട്. ദാണ്ട് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാക്സിമം ആംഗിൾ ടേൺ ഫ്രം മെയിൻ പൊസിഷൻ നമുക്ക് 5 degree തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ആംപ്ലിറ്റ്യൂഡിനെ 5 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അത് 5 degree ആണ്. ഞാൻ ഡിഗ്രി റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ π/180 ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് റേഡിയനിൽ കിട്ടി ആരെ, ആംപ്ലിറ്റ്യൂഡിന്. ഓക്കെ, എനിക്ക് ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ആംഗുലർ വെലോസിറ്റി ω0 എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്, അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് ω0. അതിന് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ കിട്ടും. സോ ഇപ്പോൾ എനിക്ക് ആംപ്ലിറ്റ്യൂഡ് 5 degree കിട്ടി, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിനെ ഞാൻ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി എനിക്ക് ടൈം പീരീഡ് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ടൈം പീരീഡ് ഉണ്ടെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്, 2π/ω. ω എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗുലർ വെലോസിറ്റി ആണ്. ഓക്കെ, സോ നമുക്ക് 2π/ω. സോ വൺസ് നമ്മൾ ω ഇവിടെ നിന്ന് കിട്ടും, അത് 2π/t എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ω0 അതായത് ആംഗുലർ വെലോസിറ്റി കിട്ടും. സോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 40 ടൈം പീരീഡ്. സോ നമുക്ക് 0.157 radian/second കിട്ടി. സോ നമുക്ക് ω0 കിട്ടി, 5 കിട്ടി. ഓക്കെ, ഇത് രണ്ടും കൂടി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ω_p കിട്ടും, ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ കിട്ടി. ഓക്കെ, സോ 0.0137 radian/second. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് ഇതിൻ്റെ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ I × ω ചെയ്താൽ മതിയായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ടൈം പീരീഡ് തന്നിട്ടുണ്ട്, ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ കണ്ടുപിടിക്കാൻ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ω0 ചെയ്താൽ മതി. ആംപ്ലിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമ്മളത് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തു. ω0 കണ്ടുപിടിക്കാൻ നമുക്ക് ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ടൈം പീരീഡ് 2π/ω0 ആണ്. അവിടെ നമുക്ക് ω0 കിട്ടി. ω0 ആംപ്ലിറ്റ്യൂഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ കണ്ടുപിടിച്ചു. വൺസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ പിച്ചിങ്ങിൻ്റെ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അതിൻ്റെ എഫക്റ്റാണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ കണ്ടീഷനിൽ പറയുന്നുണ്ട്, ഇതാണ് ബോവ്, ഇതാണ് നമ്മളെ സ്റ്റേൺ. ബോവ് ഡിസെൻഡിങ് എന്ന് പറയുന്നുണ്ട്. സോ ബോവ് ഡിസെൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോവ് താഴോട്ടാണ് വരുന്നത് അല്ലേ. ബോവ് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് നമ്മളെ സ്പിൻ ആക്സിസ്, അതായത് ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ ഡയറക്ഷൻ ഇതായിരുന്നു. സോ ഇത് ഡിസെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങോട്ടാണ് മാറുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ ആയിരിക്കും കിട്ടുന്നത്. ബോവ് ഡിസെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൊസിഷൻ ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് ഇങ്ങോട്ടാണ് നമ്മളെ ഡയറക്ഷൻ പോയേക്കുന്നത് അല്ലേ. നമ്മളെ സ്പിൻ വെക്ടർ മൂവ് ചെയ്തേക്കുന്ന ഈ ഒരു ഡയറക്ഷനിലാണ്. സോ ഇതാണ് നമ്മളെ ആക്റ്റീവ് കപ്പിൾ. ഓക്കെ, സോ നമുക്ക് ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളെ റിയാക്റ്റീവ് കപ്പിൾ. ദാറ്റ് മീൻസ് നമ്മൾ റിയാക്റ്റീവ് കപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഡയറക്ഷനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. ഈ തിരിച്ചിട്ട് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ദ ഷിപ്പ് വിൽ മൂവ് ടുവേർഡ്സ് സ്റ്റേൺ. ഇങ്ങനൊരു ഡയറക്ഷനാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ഷിപ്പ് എങ്ങോട്ട് മൂവ് ചെയ്യുവാണ്, സ്റ്റാർബോർഡിലോട്ട് മൂവ് ചെയ്യുവാണ്. ദ ഷിപ്പ് വിൽ മൂവ് ടുവേർഡ്സ് സ്റ്റാർബോർഡ് സൈഡ്. ഓക്കെ, സോ നമ്മൾ പിച്ചിങ്ങിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ സ്പിൻ വെക്ടറിൻ്റെ ഡയറക്ഷൻ നോക്കുക. എന്നിട്ട് ബോവ് റൈസിങ് ആണോ ബോവ് ഫാളിംഗ് ആണോ നോക്കുക. ഇവിടെ ബോവ് ലോവറിങ് ആണ്, ബോവ് ഡിസെൻഡിങ് ആണ്. സോ ബോവ് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇതായിരുന്നു നമ്മൾ ഇനിഷ്യൽ പൊസിഷൻ. ബോവ് ഡിസെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ ആക്റ്റീവ് കപ്പിൾ ഇങ്ങനെയാണ്. അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ റിയാക്റ്റീവ് കപ്പിൾ. ആൻഡ് ആസ് എ റിസൾട്ട് എന്താണ്, ദ ഷിപ്പ് വിൽ മൂവ് ടുവേർഡ്സ് ദിസ് സൈഡ്, അതായത് റൈറ്റ് സൈഡ്, അതായത് സ്റ്റാർബോർഡ് സൈഡിലോട്ട് ഷിപ്പ് മൂവ് ചെയ്യും. ഇതാണ് നമ്മളെ പിച്ചിങ്ങിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്.
So when the bow is dipping, the reaction couple is anti-clockwise and on viewing from the top, and thus the ship would move towards starboard side. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ റിയാക്ഷൻ കപ്പിൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആണ്. സോ ദി ഷിപ്പ് വിൽ മൂവ് ടുവേർഡ്സ് സ്റ്റാർബോർഡ് സൈഡ്. സോ നമ്മൾ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് ഫൈനൽ ദ തേർഡ് പാർട്ടിലോട്ട് പോവുകയാണ്. ദ ഷിപ്പ് റോൾസ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഇറ്റ്സ് ആംഗുലർ വെലോസിറ്റി 0.4 റേഡിയൻ ക്ലോക്ക്വൈസ് വെൻ വ്യൂഡ് ഫ്രം സ്റ്റേൺ. നമുക്ക് ഈ റോളിംഗ് എന്ന് പറഞ്ഞ മോഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇൻ കേസ് ഓഫ് റോളിംഗ് നമുക്ക് ഈ രണ്ട് ആക്സിസ്, ആക്സിസ് ഓഫ് പൊസിഷനും ആക്സിസ് ഓഫ് സ്പിന്നും പാരലാണ്. കാരണം റോളിംഗ് എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് എ ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഷിപ്പ് അലോങ് എ ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ് ആണ്. സോ ഈ രണ്ട് ആക്സിസ്, അതായത് ആക്സിസ് ഓഫ് സ്പിന്നും ആക്സിസ് ഓഫ് പൊസിഷനും പാരലാണ്. ദാറ്റ് മീൻസ് there will not be any gyroscopic effect. As the spin of axis of spin and the position axis are parallel, there will not be any gyroscopic couple. So and finally question last ഒരു പാർട്ട് ഒന്ന് കണ്ടുപിടിക്കുന്നു. Find the maximum angular acceleration during pitching. നമുക്കറിയാം പിച്ചിങ്ങിനെ നമുക്കൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ മാക്സിമം ആംഗുലർ വെലോസിറ്റി ഒരു ഫോം നമുക്കറിയാം, ആർ ഒമേഗ സ്ക്വയർ. ഓക്കെ, സോ ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംപ്ലിറ്റ്യൂഡാണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റിയാണ്. സോ ഇവിടെ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഫൈ കൊണ്ടാണ്. ഒമേഗ സീറോ നമുക്കറിയാം ആംഗുലർ വെലോസിറ്റിയാണ്. സോ 5 × ഒമേഗ സീറോ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം ആംഗുലർ ആക്സലറേഷൻ കിട്ടും. 0.00215 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആംഗുലർ ആക്സലറേഷൻ ആയിരുന്നു. സോ വൺസ് നമുക്ക് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു. സോ ഇൻ ദ അപ്കമിങ് വീഡിയോസിൽ നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗൈറോസ്കോപ്പിൽ നിന്നും വരുന്ന കുറേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അപ്കമിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പം ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലോ, IAS പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലോ, SSC ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിലോ, DRDO ആണെങ്കിലോ, ISROയുടെ എക്സാം ആണെങ്കിലോ എന്തിനും ഉപകരിക്കും. സോ നമ്മളിനി ഓരോ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ നിങ്ങളിതിൻ്റെ പ്രീവിയസ് വീഡിയോസും ഈ വീഡിയോസും കണ്ടാക്കി ഈ ഒരു കൺസെപ്റ്റ്, അതായത് എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ ഷിപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.